നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാച്ചാജിയുടെ സ്മരണയിൽ നാടെങ്ങും ശിശുദിനാഘോഷം. വേദനകൾക്കിടയിൽ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയത് കരകൗശല വൈദഗ്ധ്യത്തിന്റെ സൃഷ്ടികൾ. മലഞ്ചരക്ക് വ്യാപാരിക്ക് മർദ്ദനം, പെരിയയിൽ ഹർത്താൽ. അരാഷ്ട്രീയവാദത്തിനും അഴിമതിക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജരാകണമെന്ന് PC വിഷ്ണുനാഥ് MLA. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു സാഹസിക യാത്ര. വാർത്തകൾ വിശദമായി. നെഹ്റുവിന്റെ ജന്മദിന വാർഷികം നാടെങ്ങും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ 122ാം ജന്മദിന വാർഷികം നാടെങ്ങും ശിശുദിനമായി ആഘോഷിച്ചു. ഘോഷയാത്രയും മധുരവിതരണവും നടന്നു. കാഞ്ഞങ്ങാട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹോസ്ദുർഗിലെ നെഹ്റു പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ M. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് MC ജോസ്, വിനോദ് ആവിക്കര, NK രത്നാകരൻ, പ്രവീൺ കുമാർ തോയമൽ, അനിൽ വാഴുന്നറെഡി, ചന്ദ്രൻ പനങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. ഹോസ്ദുർഗ് UBM ALP സ്കൂൾ വിദ്യാർത്ഥികളും നെഹ്റു മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നെഹ്റുവായി വേഷം കെട്ടിയ കുട്ടികളുടെ നേതൃത്വത്തിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾ നെഹ്റു സ്തൂപത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ഹെഡ്മാസ്റ്റർ P. ചന്ദ്രൻ, PTA പ്രസിഡന്റ് P. പ്രവീൺകുമാർ എന്നിവർ നേതൃത്വം കൊടുത്തു. മുഹമ്മദ് സിയാദ്, ഫാസിൽ ഖാദർ എന്നീ കുട്ടികളാണ് നെഹ്റുവായി വേഷമണിഞ്ഞ് എത്തിയത്. NCP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജവഹർ ജ്യോതി സദസ്സ് കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം PP കുഞ്ഞിരാമൻ മാസ്റ്റർ നെഹ്റു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് PP അടിയോടി, C. ബാലൻ, പ്രമോദ് കരുവളം, മൊയ്തീൻകുട്ടി, ജോസഫ് വടകര, CA രാഘവൻ, ഹംസ അണങ്കൂർ എന്നിവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ 122ാം ജന്മദിനം കൂട്ടക്കനി ഗവൺമെന്റ് UP സ്കൂളിൽ സ്നേഹറാലിയൊരുക്കി സന്ദേശം കൈമാറി. ഖാദി വസ്ത്രം ധരിച്ച് മുഴുവൻ കുട്ടികളും നാടിനെ പ്രദക്ഷിണം ചെയ്ത് കുട്ടികളെ ചാച്ചാജിയുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു. അസംബ്ലിയിൽ പ്ലക്കാർഡ് മേന്തി നിറഞ്ഞ കുട്ടികളെ ഹെഡ്മാസ്റ്റർ A. പവിത്രൻ അഭിസംബോധന ചെയ്തു. പഞ്ചവത്സര പദ്ധതിയിലൂടെ ലോകത്തിന്റെ നെറുകയിൽ ഭാരതത്തെ എത്തിച്ച സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയായതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. തുടർന്ന് സ്കൂളിലെ മുഴുവൻ കുട്ടികളും ചേർന്ന് ശിശുദിന ചിത്രരചനയും ശിശുദിന പുസ്തക നിർമ്മാണവും നടത്തി. പരിപാടിക്ക് ബാബു, ശൈലജ, മനോജ് എന്നിവർ നേതൃത്വം നൽകി. പഠന മികവിലൂടെ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ പ്രദർശനത്തിനൊരുക്കി പെരിയയിലെ മഹാത്മാ ബഡ്സ് സ്പെഷ്യൽ സ്കൂൾ ശിശുദിനം ആഘോഷിച്ചു. വേദനകളുടെയും ദുരിതങ്ങളുടെയും ലോകത്ത് കഴിഞ്ഞ എൻഡോസൾഫാൻ ദുരിതബാധിതരായ പെരിയയിലെ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ 6 മാസക്കാലത്തെ പഠനം കൊണ്ട് സ്വന്തമാക്കിയ കഴിവുകൾ ശിശുദിനത്തിൽ നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. പഠന പ്രവർത്തനത്തിലൂടെ കുട്ടികൾ ഒരുക്കിയ കരകൗശല വസ്തുക്കളാണ് പ്രദർശനത്തിന് ഒരുക്കിയത്. മുത്തുമാലകളും ഫ്ലവർ വീസുകളും സാരി വർക്കും ഇവിടെ പ്രദർശനത്തിന് വെച്ചിരുന്നു. സാൻഡൽ PS സോപ്പുകളും കുട്ടികൾ നിർമ്മിച്ചിട്ടുണ്ട്. കുടുംബശ്രീ മേളകളിൽ സോപ്പുകൾ വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്നാണ് പ്രിൻസിപ്പൽ ദീപ പറയുന്നത്. ഫാബ്രിക് പെയിന്റും ഗ്ലാസ് പെയിന്റും പ്രദർശനത്തിൽ വെച്ചതിൽ ഉൾപ്പെടും. കരകൗശല വസ്തുക്കളുടെ പ്രദർശനം പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം അരീക്കര നാരായണൻ, P. മാധവൻ, V. നാരായണൻ മാസ്റ്റർ, K. ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ ദീപ സ്വാഗതം പറഞ്ഞു. പെരിയയിൽ മലഞ്ചരക്ക് വ്യാപാരിക്ക് മർദ്ദനം. സംഭവത്തിൽ പ്രതിഷേധിച്ച് പെരിയ ടൗണിൽ വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. പെരിയ ടൗണിൽ ചരക്കിറക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മലഞ്ചരക്ക് വ്യാപാരി മുഹമ്മദിന് മർദ്ദനമേൽക്കാൻ ഇടയാക്കിയത്. ചുമട്ടുതൊഴിലാളികൾ ഇല്ലാത്തതിനാൽ ഞായറാഴ്ച എത്തിയ ചരക്ക് കടയിലേക്ക് ജീവനക്കാരെ ഉപയോഗിച്ച് ഇറക്കാനുള്ള ശ്രമത്തിനിടയിലാണ് 2 അംഗ സംഘം മുഹമ്മദിനെ കടയിൽ കയറി മർദ്ദിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ഉച്ചവരെ ഹർത്താൽ ആചരിച്ചു. പെരിയ ടൗണിൽ ബോർഡിന്റെ അംഗീകാരമില്ലാതെ എത്തുന്ന തൊഴിലാളികളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ആവശ്യത്തിലധികം അംഗീകാരമില്ലാത്ത തൊഴിലാളികൾ ജോലിക്കെത്തുന്നത് നിയന്ത്രിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെടുന്നു. വ്യാപാരിയെ ആക്രമിച്ച സംഭവത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നുണ്ട്. അരാഷ്ട്രീയക്കെതിരെ പോരാടാനും അഴിമതിക്കെതിരെ സജ്ജരാകാനും യൂത്ത് കോൺഗ്രസുകാർ തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA പറഞ്ഞു. പാണത്തൂരിൽ യൂത്ത് കോൺഗ്രസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPM-നകത്ത് ജനാധിപത്യമില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകളെന്ന് അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റിനെതിരെ ഇല്ലാത്ത സമരങ്ങളുമായി രംഗത്ത് വരികയാണ്, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഉത്തരവാദിത്തമില്ലാത്ത ചില മാധ്യമങ്ങൾ അതിന് കൂട്ടുനിൽക്കുകയാണ്.
യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡി യോഗേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, ബ്ലോക്ക് പ്രസിഡന്റ് ഹരീഷ് പി നായർ, ജോമോൻ ജോസ്, സുപ്രിയ അജിത്, എച്ച് വിഘ്നേശ്വര ഭട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്ര പരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ എക്യുപ്ഡ് ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. പരിഷ്കാര തിമിർപ്പിൽ നാം മറന്നുപോകുന്ന നാട്ടുഭാഷ വീണ്ടെടുക്കാൻ രാവണേശ്വരം ശോഭന ക്ലബ്ബ് നാട്ടുവർത്താനം പരിപാടി സംഘടിപ്പിച്ചു. രാവണേശ്വരം ശോഭന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 50ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് ഗ്രാമചരിത്ര രചനയുടെ ഭാഗമായുള്ള നാട്ടുവർത്താനം പരിപാടി നടത്തിയത്. സമഗ്രമായ ചരിത്ര പുസ്തകത്തിലേക്കുള്ള വിവര സമാഹരണത്തിന് വേണ്ടിയാണ് അന്യമായി കൊണ്ടിരിക്കുന്നതും പ്രയോഗിച്ചു പോന്നതുമായ നാട്ടുഭാഷ കണ്ടെത്താൻ തീരുമാനിച്ചതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറയുന്നു. BV കണ്ണൻ മാസ്റ്റർ നാട്ടുവർത്താനം പരിപാടി ഉദ്ഘാടനം ചെയ്തു. രവീന്ദ്രൻ രാമേശ്വരം സ്വാഗതവും ഈശ്വരൻ അമ്പ്രാന്തിരി അധ്യക്ഷതയും വഹിച്ചു. CPIM ബേളൂർ ലോക്കൽ സമ്മേളനം സമാപിച്ചു. ഒടയഞ്ചാലിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ഒടയഞ്ചാലിൽ നടന്ന CPIM പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പനത്തടി ഏരിയ സെക്രട്ടറി T കോരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി P ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് പേരാമ്പ്ര മുഖ്യപ്രഭാഷണം നടത്തി. M ഗോപാലൻ, U ഉണ്ണികൃഷ്ണൻ, T ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ H നാഗേഷ് സ്വാഗതവും T മനോജ് നന്ദിയും പറഞ്ഞു. വേലാശ്വരം EMS സ്മാരക ഗ്രന്ഥാലയത്തിന്റെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി അനുമോദനവും ഉപഹാര വിതരണവും നടന്നു. വേലാശ്വരം EMS സ്മാരക ഗ്രന്ഥാലയത്തിന്റെ പ്രതിമാസ പരിപാടിയുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല വായനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ P ശിശിര, ദേശാഭിമാനി അക്ഷരമുറ്റം ജില്ലാതല ക്വിസ് മത്സരത്തിൽ LP വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ ശശാന്ത്, ഹരിത, ജില്ലാതല സബ് ജൂനിയർ ചെസ് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അഭിരാം എന്നിവരെ ഗ്രന്ഥാലയത്തിന്റെ സ്നേഹോപഹാരം നൽകി അനുമോദിച്ചു. അനുമോദനവും ഉപഹാര വിതരണവും E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. MV രവീന്ദ്രൻ സ്വാഗതവും CV കൃഷ്ണൻ അധ്യക്ഷതയും വഹിച്ചു. തുടർന്ന് രാജേന്ദ്രൻ പുല്ലൂർ രചനയും സംവിധാനവും നിർവഹിച്ച തിരശീലക്കപ്പുറത്തെ കണ്ണൻ മാസ്റ്റർ എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. KSKTU നേതാവ് MK കൃഷ്ണൻ ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. അതിയാമ്പൂരിൽ നടന്ന MK കൃഷ്ണൻ ദിനാചരണ പരിപാടി KSKTU ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK പണിക്കർ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കൈ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ സംസാരിച്ചു. O കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. മരണത്തെ മുന്നിൽ കണ്ട് ഒരു യാത്ര. ഇത് പാണത്തൂർ പവിത്രംകയം തൂക്കുപാലത്തിലൂടെയുള്ള ദുരിതയാത്ര. അപകടാവസ്ഥയിലായ പവിത്രംകയം തൂക്കുപാലത്തെ അധികൃതർ മറന്നു, ഒപ്പം നൽകിയ വാഗ്ദാനങ്ങളെയും. ഇത് അധികൃതരുടെ മുന്നറിയിപ്പല്ല, ജീവഭയമുള്ള നാട്ടുകാർ സ്വയം ഓർമ്മിക്കാനായി ഒരുക്കിയ അപകട മുന്നറിയിപ്പ്. ഒരു നാടിനെയും അവരുടെ പ്രതിഷേധങ്ങളെയും അവരുടെ വേദനകളെയും അധികൃതർ അവഗണിച്ചതിൻ്റെ നേർസാക്ഷ്യമാണ് പാണത്തൂർ പവിത്രംകയം തൂക്കുപാലത്തിനോടുള്ള അവഗണന നമുക്ക് കാട്ടിത്തരുന്നത്. 1979 പണിത പാലം കാവർഷം മുമ്പ് അപകടാവസ്ഥയിലായിട്ടും സ്ഥിരമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാൻ ആരും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. നാളിതുവരെയുള്ള തൂക്കുപാലത്തിൻ്റെ ചരിത്രമെടുത്താൽ വാഗ്ദാനങ്ങളുടെ ഘോഷയാത്രയല്ലാതെ പാലം നന്നാക്കാൻ ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല. 86 കൂടിയിട്ട് എൻ്റെ രീതിയിൽ വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള പ്രദേശവാസികളായ 30-35 വീട്ടുകാർ കൂടിയിട്ട് പുതിയൊരു പാലം സ്വയം തന്നെ പണിതായി. അപ്പോൾ അതിന് വന്ന ഫണ്ട് നമ്മൾ തന്നെ സ്വരൂപിച്ച് പണിയുകയും, എന്നാൽ അത് പിന്നീട് പനത്തടി പഞ്ചായത്ത് ത്രിതല പനത്തടി പഞ്ചായത്ത് ഏറ്റെടുക്കി പഞ്ചായത്തിൻ്റെ സന്നിധിയിലാണ് ഇപ്പോൾ ഈ പാലം ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു 3-4 തവണകളായിട്ട് പിന്നെ മെയിൻ്റനൻസ് എന്നുള്ള വർഷങ്ങളിലുള്ള 3000, 2000 രൂപ 3000 രൂപ എന്നുള്ള മെയിൻ്റനൻസ് എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് വന്നിപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് പലക അടിച്ചിട്ടുള്ള പാലമായിരുന്നു. അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന സ്ലാബ്
ഈ സ്ലാബ് ഇട്ടിട്ടുള്ള രീതിയിലുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ഫണ്ട് അനുവദിച്ചുകൊണ്ട് പാലം പണിയാണ് ചെയ്തത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് 86, 89 ശേഷം ഒരു ഫണ്ടും തന്നെ അനുവദിച്ചിട്ടില്ല. ഒടുവിൽ 2010 മെയ് 17 പാലം തകർന്ന് 2 കുട്ടികൾ മരണപ്പെട്ടിട്ടും പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ നടപടി ഉണ്ടായില്ല. 35ഓളം പേർ പാലം കടക്കുമ്പോഴാണ് തൂക്കുപാലം തകർന്നത്. മരിച്ചവരോട് പോലും നീതി കാട്ടാത്ത കഥയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. ചികിത്സയിൽ കഴിഞ്ഞവർക്ക് സഹായം എത്തിക്കാൻ ആരും രംഗത്ത് വന്നില്ല. മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ നൽകിയതോടെ ഉത്തരവാദിത്വം അവസാനിപ്പിച്ച് അധികൃതർ കൈയൊഴിഞ്ഞു. പനത്തടിയിലെ ഇപ്പോഴത്തെ ഭരണസമിതി 1 ലക്ഷം രൂപ മെയിൻ്റനൻസ് അനുവദിച്ചു എന്ന് പ്രഖ്യാപിച്ചുവെങ്കിലും അത് വാഗ്ദാനത്തിൽ മാത്രമായി ഒതുങ്ങി. പതിവ് പോലെ നാട്ടുകാർ പരാതി തയ്യാറാക്കി മന്ത്രി KC ജോസഫിന് പ്രദേശവാസികളുടെ ഒപ്പുശേഖരണം നടത്തി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ 1 ലക്ഷം രൂപ മെയിൻ്റനൻസിനുള്ള അനുവദിച്ചിട്ടുണ്ട്. ആ ഫണ്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. എന്നാലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ശ്രീമാൻ KC ജോസഫ്, നമ്മളെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശ്രീമാൻ KC ജോസഫ് ഇവിടെ പഞ്ചായത്ത് തലത്തിൽ ഒരു പരിപാടിയായിട്ട് വന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്നുള്ള പ്രദേശവാസികളുടെ ഒപ്പ് ശേഖരിച്ച് അദ്ദേഹത്തിന് നിവേദനം കൊടുക്കുകയും അപ്പോൾ വേണ്ട പരിഗണന ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഈ പാലം ഒരു സ്ഥിരമായിട്ടുള്ളൊരു പാലം വേണമെന്നും, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് തന്നെ തൊട്ട് താഴെയായിട്ടുള്ള ഒരു ചപ്പാത്തുണ്ട്. ആ ചപ്പാത്തിനനുസരിച്ചിട്ട് ഒരു ചപ്പാത്ത് ആക്കി തരുക എന്നുള്ള രീതിയിലും കൂടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ പരിഗണിക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ഒന്നും നടപടിക്രമമൊന്നും ഇതുമായിട്ട് എത്തിക്കാണുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള രീതിയിൽ ഇപ്പോഴും ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്, ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള പ്രദേശവാസികളുടെ ഭാഗമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്തുള്ള ഞങ്ങളിത് ഇപ്പോൾ നടക്കാനുള്ള രീതിയിൽ തന്നെ ആക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളായ ഞങ്ങൾ ആൾക്കാർ അവനാൽ കഴിയുന്ന രീതിയിൽ 200, 300, 500 എന്നുള്ള രീതിയിലുള്ള ഫണ്ടുകൾ ശേഖരിച്ചിട്ടാണ് 1,35,000 രൂപ ഇപ്പോൾ ചെലവഴിച്ചിട്ടാണ് ഒരു സൈഡിലത്തെ മാത്രം റോപ്പ് ഇപ്പോൾ നിലനിർത്തിയിട്ടാണ് ഞങ്ങൾ തൽക്കാലമായിട്ട് നടക്കുന്നത്. അവഗണനയുടെ കയ്പുനീർ കുടിച്ച പ്രദേശവാസികൾ അധികൃതരെ കാക്കാതെ 1,30,000 രൂപ സ്വരൂപിച്ച് നടപ്പാലത്തിന്റെ റോപ്പ് മാറ്റിയിട്ടും അപകട സാധ്യതയുള്ള തൂക്കുപാലത്തിലൂടെ പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ ദിനംപ്രതിയുള്ള യാത്രയെ ഓർത്ത് വേദനയോടെ കഴിയുകയാണ് ഈ ഗ്രാമം. സിറ്റി വാർത്തകൾക്ക് വേണ്ടി പനത്തടയിൽ നിന്നും ക്യാമറാമാൻ ബിജുവിനോടൊപ്പം KV സുനിൽകുമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാച്ചാജിയുടെ സ്മരണയിൽ നാടെങ്ങും ശിശുദിനാഘോഷം. വേദനകൾക്കിടയിൽ ബഡ്സ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയത് കരകൗശല വൈദഗ്ധ്യത്തിന്റെ സൃഷ്ടികൾ. മലഞ്ചരക്ക് വ്യാപാരിക്ക് മർദ്ദനം, പെരിയയിൽ ഹർത്താൽ. അരാഷ്ട്രീയവാദത്തിനും അഴിമതിക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സജ്ജരാകണമെന്ന് PC വിഷ്ണുനാഥ് MLA. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരു സാഹസിക യാത്ര. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.